നമ്മുടെ പേര് തന്നെയുള്ള മറ്റൊരാളെ കണ്ടെത്തിയാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? അയാളുമായിട്ടൊരു സൗഹൃദമൊക്കെ സ്ഥാപിക്കും. അങ്ങനെ ഒരേ പേരുള്ള ആളുകൾ ഒത്തുകൂടിയാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ഒരു കാഴ്ചയിലേക്കാണ് ഇന്നത്തെ കാഴ്ചവട്ടത്തിൽ നമ്മൾ പോകുന്നത്. ഒരു ജില്ലയിലെ രതീഷ് എന്ന പേരുള്ളവർ ചേർന്ന് ഒരു വെറൈറ്റി പരിപാടിക്ക് ഒരുങ്ങുകയാണ്. കാസർഗോഡ് ജില്ലയിലെ രതീഷുമാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി. എന്താണ് രതീഷുമാരുടെ പരിപാടിയെന്ന് അർജുൻ കല്യാട് പറയും. രതീഷ് പരവനടുക്കം, രതീഷ് ആവണി, രതീഷ് മേനിക്കോട്, രതീഷ് സുവർണ, രതീഷ് ബിരിക്കുളം, രതീഷ് ബിബ്ജിയോർ, രതീഷ് മടക്കര, രതീഷ് കാശി, രതീഷ് അംബിക, രതീഷ് കോട്ടപ്പാറ, രതീഷ് മൊബൈൽ, രതീഷ് ഹോട്ടൽ, രതീഷ് ആലക്കോട്, രതീഷ് മാനൂരി, രതീഷ് കടിഞ്ഞുമൂല. കാസർഗോഡ് ജില്ലയിലെ രതീഷുമാരെല്ലാം ചേർന്ന് ഒരു പരിപാടി തുടങ്ങി. ആ പരിപാടി എന്താണെന്ന് നമുക്ക് കാണാം. ജില്ലയിലെ 30ഓളം രതീഷുമാർ ഒന്നിച്ചുള്ള പരിപാടിയാണ്. രതീഷ് സംഗമമോ രതീഷുമാരുടെ ജില്ലാ സമ്മേളനമോ ഒന്നുമല്ല. രതീഷ് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലിക കൃഷി, അതായത് രതീഷ് ചെണ്ടുമല്ലിക കൃഷി. സ്വാഗതം പറഞ്ഞത് ഒരു രതീഷ്, അധ്യക്ഷനായത് മറ്റൊരു രതീഷ്. ഉദ്ഘാടനത്തിനും ആശംസയ്ക്കും വേണ്ടി രതീഷ് അല്ലാത്തവർ, ബാക്കിയെല്ലാം രതീഷുമയം. പരിപാടിക്ക് നന്ദി പറഞ്ഞത് പേരിൽ മഴവിലുള്ള രതീഷ് ബിബ്ജിയോർ. 500 ചെണ്ടുമല്ലിക തൈകൾ നട്ടു. ഓണവിപണിയാണ് ലക്ഷ്യം. രതീഷ് കൂട്ടായ്മ പോലെ കൃഷിയും വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് ഈ രതീഷുമാർക്കെല്ലാം ഉള്ളത്. റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.